ആരാ മോനെ ഇപ്പൊ പോയത്? ഉറങ്ങാൻ കിടന്നപ്പോ പെട്ടെന്ന് പെട്രോളിന്റെ മണം അടിച്ചു. അതാ ഞാൻ ഇവരെ തട്ടി ഉണർത്തി. കറക്റ്റ്. 107 രൂപയോ 1 ലിറ്റർ പെട്രോളിന്. എന്നിട്ടും ശാരദാമ്മയുടെ കുടുംബശ്രീയെ പെട്രോളിൽ കുളിപ്പിക്കണമെന്ന് ചിലർക്ക് നിർബന്ധം. ഇപ്പൊ വന്നിട്ട് പോയത് ആ ആൾക്കാരാ. എന്റെ ഭഗവതി, ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിടാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയില ഞാൻ വന്ന് കയറിയത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ കുടുംബശ്രീ ഒരു പിടി ചാരം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഗുണ്ടകളാ എന്റെ പരിചയത്തിലുള്ള ഒരാളെ സഹായത്തിന് വിളിച്ചേ. അതുകൊണ്ട് ഞാൻ വിവരം അറിഞ്ഞ് നേരത്തെ ഇങ്ങ് വന്നു. ആ ഇപ്പെല്ലാം സേഫാ. അല്ല ശാരദാമ്മേ, ആരാണ് നിങ്ങൾക്ക് ഇത്ര വലിയ ശത്രുക്കള്? അറിയാമോ നിങ്ങൾക്ക് ആരാന്ന്? സ്വന്തം തന്ത തന്നെ. ശാലിനി, ഒപ്പ അയാളുടെ രണ്ടാം കെട്ടിയോളും. മതി, നീ അകത്ത് കയറിപ്പോ. പോയിട്ട് ഇന്നേ അയാള് കടയ്ക്ക് പെട്രോൾ ഒഴിച്ചു. നാളെ അയാൾ ഇവിടത്തെ കിണറ്റില് വിഷം ഒഴിക്കും. അമ്മ ഇപ്പോഴേ എഴുതി വെച്ചോ, അയാളുടെ ഭാര്യയുടെ മരണം ഈ ശാലിനിയുടെ കൈകൊണ്ടായിരിക്കും. കുടുംബശ്രീയുടെ മുറ്റത്ത് വെച്ചാന്. ആഹാ, ഇത് രാവിലെ ഒരു അപൂർവ കാഴ്ചയാണല്ലോ. അളിയന്റെ പതിവില്ലാതൊരു പത്രവായന. ആ ചില കാര്യങ്ങൾ അറിഞ്ഞും പറഞ്ഞും കേട്ടപ്പോ ഒരു കൗതുകം. ഇനി ആ വാർത്ത വല്ലതും ന്യൂസ് പേപ്പറിലുണ്ടോന്ന് നോക്കിക്കളയാം. ആ ആ കിട്ടി കിട്ടി കിട്ടി. ദേ ന്യൂസ് വന്നിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ടയും കൊട്ടേഷൻ തലവനുമായ പാണ്ഡ്യൻ എന്നയാളെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇതിനിടയ്ക്ക് പത്രത്തിലും വന്നു. ഒന്ന് ചുമ്മാതിരിയടാ, അങ്ങേര് വായിക്കട്ടെ. ഇയാളുടെ കൂട്ടാളിയായ ചേരൻ എന്ന ഗുണ്ടയെയും കാണാതായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മധുരയിൽ നിന്നോ തേനിയിൽ നിന്നോ ചെറിയൊരു കൊട്ടേഷന് വേണ്ടി കേരളത്തിലെത്തിയതായിരുന്നു ഇവർ. 4 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീടിന് മുന്നിലെ ഹോട്ടൽ രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ട് വിരണ്ടോടിയതായാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. കേരളത്തിൽ നിന്ന് ഉടനടി ഫ്ലൈറ്റ് പിടിച്ചുപോയ ഇവർ പക്ഷെ ജന്മദേശമായ മധുരയിലോ തേനിയിലോ എത്തിയതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. ഇവർക്കായി ആമസോൺ മഴക്കാടുകളിലും അന്റാർട്ടിക്കയിലും ശക്തമായ അന്വേഷണം നടത്തുമെന്നാണ് DGP അഭിപ്രായപ്പെട്ടത്. വേണമെങ്കിൽ അന്വേഷണം ഇന്റർപോളിനെ ഏൽപ്പിക്കാനും ആലോചനയുണ്ടത്രേ. ഇതി വാർത്താഹ സൂയന്ത പ്രവാചക രാമാനന്ദ ശാസ്ത്രി യഹ. അളിയ പരിഹാസം പൊളിച്ചു. ഏതായാലും സംഗതി വലിയ നാണക്കേടായി പോയെന്നുള്ളത് സത്യമാണ്. മുംബൈയിലും പൂനെയിലും ഒക്കെ ഫ്ലൈറ്റ് പിടിച്ചു പോയി പണി നടത്തുന്ന ആളാണെന്നും ഒരു പൂ പറിക്കുന്ന അത്ര എളുപ്പത്തിൽ ശാരദയെ മക്കളെ ഓടിക്കാന്നൊക്കെ വീമ്പളക്കിയിട്ട് നാണം കെട്ട മനുഷ്യ. എടാ ബാല, അയാള് പറഞ്ഞ പൂ ചിലപ്പോ കുളത്തിന് നടുവിലായിരിക്കും. ഈ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മന് ചിലപ്പോ നീന്തൽ അറിയില്ലെങ്കിലോ? പണ്ടേതോ പഴഞ്ചൊല്ല് പറഞ്ഞതുപോലായി ആനയെ കെട്ടാനുള്ള തടിയുണ്ട്, പക്ഷെ കടുക് പൊതിയാനുള്ള ബുദ്ധിയില്ല. അത്ര തന്നെ. മലപ്പുറം കത്തി, തോക്ക്, കുന്തം, കൊടച്ചക്രം
എന്തൊക്കെയായിരുന്നു പാണ്ഡ്യന്റെ ഇൻട്രൊഡക്ഷൻ? ആ പുളുവടി കേട്ടപ്പോഴേ കരുതിയതാ അവസാനം പവനായി ശവ ആവൂന്ന്. പുലിയെ കണ്ട പൂച്ചയെ പോലെ വാലും ചുരുട്ടി ഓടിയില്ലേ ആ സത്യഭാമയുടെ മോനെ കണ്ടപ്പോ. നോക്ക് രാജേശ്വരി, നീ ഇനിയെങ്കിലും ഇതിനൊന്നും നിക്കരുത്. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നതല്ല ഇതൊന്നും. തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഇറക്കിയിട്ട് ഇപ്പൊ എന്തായി? കഷ്ടം. രാജേശ്വരി തോറ്റുപോയെന്നാ നിങ്ങളപ്പോ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല ചേച്ചി. എല്ലാം ഈ അളിയന്റെ പരിഹാസോടി. അല്ലെങ്കിലും അളിയൻ എപ്പോഴും ഇങ്ങനെ ചേച്ചി. ഇപ്പോഴും ചായവ് ആ ശാരദയുടെ പിള്ളേരുടെ അടുത്തേക്കാ. ചാഞ്ഞോട്ടടാ, ചാഞ്ഞങ്ങ് രമിച്ചോട്ടെ. ഒന്നും കാണാതെ രാജേശ്വരി ഒന്നും ചെയ്യില്ലെന്നും കൂടി നിന്റെ അളിയനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. പാണ്ഡ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കളി വേറെയായിരുന്നു. പാളയം മാർക്കറ്റിൽ കാണുന്ന 4 ചക്രത്തിന്റെ ഗുണ്ടയല്ല പാണ്ഡ്യൻ. അയാൾ ഒരിക്കലും വാലും ചുരുട്ടി അങ്ങനെ മടങ്ങി പോവില്ല. വാളെടുത്ത് തിരിച്ചു വരാനാ പാണ്ഡ്യന്റെ തീരുമാനം. എനിക്കേ അത് മനസ്സിലാവൂ. അതെങ്ങനെ ചേച്ചി നടക്കുന്നേ? ആ സത്യഭാമയുടെ മോൻ അച്ചുകുത്തി വിട്ടിരിക്കുവല്ലേ അയാളെ. പാണ്ഡ്യനെയും ചേരനെയും അവരുടെ ടീമിനെയും ഒക്കെ ഇപ്പൊ വിഷ്ണുവിന്റെ ആൾക്കാർ സ്കെച്ച് ചെയ്ത് കാണുന്നു ഉറപ്പാ. പാണ്ഡ്യനൊരു തെറ്റുപറ്റി. ഇവിടെ വന്നിട്ട് ലോക്കൽസിന്റെ സഹായം തേടി. അവിടെയാ പിഴച്ചത്. പക്ഷെ നീ നോക്കിക്കോ, തലയ്ക്ക് തലയെടുക്കുന്ന ഇനമാ അയാള്. ഇനിയിപ്പോ നേരിട്ട് പാണ്ഡ്യൻ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ പറഞ്ഞ ജോലി പറഞ്ഞ സമയത്തിനുള്ളിൽ അയാൾ തീർത്തിരിക്കും. ഇതിപ്പോ പകല് തുടങ്ങിയതല്ലേ ഉള്ളൂ. നേരെ ഉച്ച മയങ്ങും മുമ്പ് ഞാൻ നിനക്കും നിന്റെ അളിയനും ഒരു വാർത്ത തന്നിരിക്കും. കുടുംബശ്രീ ഹോട്ടലിന്റെ നിലത്ത് ചുടുചോര വീണൂന്നുള്ള വാർത്ത. ഇന്ന് ഞാനത് തന്നില്ലെങ്കിൽ തല മൊട്ടയടിച്ച് ഈ രാത്രി ഞാൻ പഴനിക്ക് പോവും. ഇത് പാണ്ഡ്യന് വേണ്ടി രാജേശ്വരി തരുന്ന വാക്കാ. നമുക്ക് കാണാം. ശാരദാമ്മേ, ഞാൻ വന്നു. അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചോ രാജി? ഡോക്ടർ എന്താ പറഞ്ഞേ? തണുപ്പിന്റെ കോച്ചുവാദമാണെന്ന്. ഗുളിക മാറ്റി തന്നു, അത്ര തന്നെ. അല്ല, ശാലിനി എവിടെ പോയി ശാരദാമ്മേ? അവള് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുവോ? പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? ഇന്നലെ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി രാജി. രാത്രി ഈ ഹോട്ടലിന് മീതെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ചിലര് വന്നു. എന്റെ അമ്മേ, പെട്രോളോ? അതെ, കത്തിച്ച് ചാമ്പലാക്കാനായിരുന്നു ഉദ്ദേശം. അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് എന്നിപ്പോ ഹോട്ടൽ തുറന്നത്. എന്നാലും ആരായിരിക്കും ചേച്ചിയത്? ഇവിടെ ചായ കിട്ടിയില്ല. ആ ദേ, ഈ ചായ കൊണ്ട് കൊടുക്ക്. കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. ചെല്ലു ചെല്ലു. എണീച്ചോ, പോ.
എന്താ വേണ്ടത്? എന്താ ഉള്ളത്? ഇഡ്ഡലി, ദോശ, പുട്ട്, പൂരി, നൂലപ്പം. മസാല ദോശയില്ലേ? മസാല ദോശ ഒരു 11:30 ആവും. പ്ലെയിൻ ദോശ എടുക്കാം. എനിക്ക് മസാല ദോശ ഇഷ്ടം. പോട്ടെ, എന്തെങ്കിലും കൊണ്ടുവാ. എനിക്ക് പൂരി മതി, 12 എണ്ണം. ഒന്ന് വേഗം വേണം, ഇവിടെ കൂടാരം അടിച്ചെടുക്കാൻ സമയമില്ല. ഇപ്പൊ കൊണ്ടുവരാം. കൊടുക്കും. ഇതാ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? സാമ്പാറിലൊരു പാറ്റ. പാറ്റയും പല്ലിയും ചേർത്താണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. എന്തോന്ന് ഹോട്ടലാണോ ഇത്? അയ്യോ അനിയ, അതെന്തെങ്കിലും ഒരു അബദ്ധം. ഒരബദ്ധവും ഇല്ലമ്മേ. ഇത് നമ്മുടെ തെറ്റല്ല. ഇയാള് പോക്കരുന്ന പാർട്ടി എടുത്ത് ഇലയിലിടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആഹാ, അങ്ങനെയാണോ? എന്നാ നീയൊക്കെ ഇവിടെ നേരെ ചൊവ്വേ പോകുന്ന ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഈ നാടിന്റെ ഐശ്വര്യമാ കുടുംബശ്രീ. ഇതിന്റെ സൽപ്പേര് നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇറങ്ങി പോടെ എന്റെ ഹോട്ടലിൽ നിന്ന്. പോയില്ലെങ്കിൽ നിനക്കുള്ള കൊട്ടേഷനാണ് ഇത്. എല്ലാണോ ഇറങ്ങിക്കോ, ഇറങ്ങാൻ ഇറങ്ങാൻ. ഇറക്കി വിടണ എല്ലാത്തിനെ. പിന്നെ ഇത് ഞാൻ അടിച്ച് പൊളിക്കല ശാരദാമ്മയുടെ കുടുംബശ്രീ. ഇറങ്ങിക്കോല്ല വെളിയില്. ഇറങ്ങി പോണോ? ഇറങ്ങി പൊക്കല്ല. പെട്ടെന്ന് ഇറങ്ങണോ? ഇറങ്ങിക്കോല്ല. ഇറങ്ങി പോടി. പൊക്കോളാൻ പറഞ്ഞാ പൊക്കോണം. ആരെങ്കിലും ഒന്ന് വണ്ടി എടുക്കോ?
ബെസ്റ്റ്. ഇതാണ് ശാലിനി. സമയം പറഞ്ഞാതെ കീറ് കൃത്യായിരിക്കും. കളിയാക്കിയതല്ലോ. ഒരിക്കലും അല്ല. രാത്രിയിൽ ആക്രമണത്തെ കുറിച്ചിട്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം പറഞ്ഞപ്പോഴേ താൻ ഉഴപ്പൂന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളല്ലേ. ഒറ്റയ്ക്ക് ചെയ്യണോന്നൊക്കെയുണ്ട്, പക്ഷെ നിയമം തെറ്റിക്കാൻ ഞാനില്ല. അതാ കംപ്ലൈന്റിനൊപ്പം സാക്ഷിയായിട്ട് ഇയാളും കൂടി വരാൻ പറഞ്ഞത്. വാ അത് തരാം. ഏയ് കയറിട്ട് കാര്യമൊന്നുമില്ല. SI പുറത്തു പോയിരിക്കെ കുറച്ചു കഴിയും. തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ശ്യാമയാണല്ലോ. ആ ശ്യാമേ. ഹലോ കുഞ്ഞിജി. കുഞ്ഞിജി എവിടെയാ? ഇതെവിടെ പോയതാ കുഞ്ഞിജി? എന്താ എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? ഇവിടെ 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 4-5 പേര് വന്നിട്ട് നമ്മുടെ ഹോട്ടല് രാജി ചേച്ചി ഏട്ടന്റെ ഫോണിന് എന്തോ പറ്റി? വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ബാറ്ററി ഡൗൺ ആയി പോയി. പവർ ബാങ്ക് എടുത്തില്ലായിരുന്നു. കാർ ചാർജറിൽ കുത്താനും തോന്നിയില്ല. എന്തോ പറ്റി? നീ എന്നെ വിളിച്ചിരുന്നോ? ഞാനല്ല, ശാലിനി. ഏട്ടനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ശാലിനി വിളിച്ചത്. അവിടെ ഹോട്ടൽ ആകെ കുഴപ്പമായിരിക്കുക. ഹോട്ടലിൽ കുഴപ്പം? എന്ത് കുഴപ്പം? കുറെ പേര് ചേർന്ന് കുടുംബശ്രീ ഹോട്ടൽ അടിച്ചു തകർത്തുന്നു. അടിച്ചു തകർത്തുന്നു? അതെ, വല്ലാത്ത അക്രമമായിരുന്നു. അവിടെ മുമ്പ് കണ്ട് പരിചയമില്ലാത്തവരായിരുന്നെന്നാണ് പറഞ്ഞത്. മൈ ഗോഡ്, എന്തായിരുന്നു കാരണം? ഏതോ ഫുഡിനെ പറ്റിയുള്ള ഒരാളുടെ തർക്കത്തിലാണത്രേ തുടങ്ങിയത്. പക്ഷെ അവരവിടെ കുറച്ചുപേരുണ്ടായിരുന്നു. ഗ്യാങ് ആയി അവരങ്ങ് കയറി അക്രമം തുടങ്ങി. ഒരു ജോലിക്കാരിയുടെ കൈക്കോ തലയ്ക്കോ ഒക്കെ അടിയും വെട്ടും കുത്തും ഏറ്റെന്നാ പറഞ്ഞത്. ശാലിനി അവിടെ ഇല്ലായിരുന്നോ? ശാലിനി പുറത്തെവിടെ പോയ സമയത്തായിരുന്നു സംഭവം. ഏട്ടന് പറ്റുമെങ്കിൽ അങ്ങോട്ടൊന്ന് ചെല്ലുവോ എന്ന് ചോദിച്ചു. ശരി, ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. കുഞ്ഞിജി, ആരാ ഈ അക്രമം ചെയ്തത്? ആർക്കെങ്കിലും അറിയോ അവരാരാണെന്ന്?
ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല മോളെ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നവരാ, മുമ്പ് കണ്ടു പരിചയം പോലും ഇല്ല. മനഃപൂർവ്വം കരുതി കൂട്ടി വന്നവരാ അവര്. അപ്പോ രാജി ചേച്ചി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ശാന്തയും ബന്ധുക്കളോ കൊണ്ടുകൂടെ. ശാരിയുടെ ജീവൻ രക്ഷിക്കാൻ നോക്കിയതാ അവള്. അങ്ങനെ കുടുംബശ്രീ ഹോട്ടലിൽ കണ്ണീര് മാത്രമല്ല, ചോരയും വീണു. തലവിധിയാ, തലവിധി, തലവിധി. അമ്മേ, 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 അമ്മേ. ഏയ്, ഇയാളും കരയാ. ഇയാളല്പം ബോൾഡാണെന്നാണല്ലോ ഞാൻ കരുതിയത്. അമ്മ പറഞ്ഞുള്ള അറിവ് ഒരു ഓലപ്പുരയായിരുന്നു ആദ്യത്തെ കുടുംബശ്രീ. എനിക്കിത്ര ഓർമ്മയില്ല. ആദ്യത്തെ മൺകട്ടകളൊക്കെ മണ്ണ് കുഴച്ച് അമ്മ തന്നെ ഉണ്ടാക്കിയതാ. സിമന്റ് മൂടും വാങ്ങാനും കഴുക്കോലുണ്ടാക്കിക്കാനും ഒക്കെ ഉറുമ്പ് അരിമണി കൂട്ടിവെക്കുന്ന പോലെ ഓരോ പൈസയും കൂട്ടിവെക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പിയിട്ട് ഞങ്ങളെ പെണ്ണുങ്ങള് പട്ടിണി കിടന്നിട്ടുണ്ട് പല തവണ. അങ്ങനെ 4 മനുഷ്യായുസിന്റെ അധ്വാനമാ 4 മിനിറ്റ് കൊണ്ട് ചിലര് തല്ലി തകർത്തത്.